ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ പ്രസീത. ഇന്ന് നമ്മളൊരു ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ വലിച്ചു പറിച്ച് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. എലിപ്പരപ്പിലൊക്കെ ചെമ്പരത്തി പൂത്ത് നിൽക്കുന്ന ടൈമാണേ. അപ്പോൾ ഹെയർ പാക്കിന് റെഡി ആയിട്ടുള്ളവർ ഒരു 4-5 ചെമ്പരത്തിപ്പൂ അങ്ങോട്ട് പറിച്ചോളുക. നല്ല നാടൻ ചെമ്പരത്തി, അതായത് നമ്മൾ 5 ഇതൾ ചെമ്പരത്തി തന്നെ വേണം കേട്ടോ ഉപയോഗിക്കാൻ. അതിനാണ് ഔഷധ ഗുണമുള്ളത്. മറ്റുള്ള ചെമ്പരത്തിയുടെ കേസ് എനിക്കറിയില്ല. പിന്നെ വേണ്ടത് നമ്മുടെ മുരിങ്ങയാണ്. തലയിൽ താരൻ പോകാനും മുടി പെട്ടെന്ന് വളരാനും മുരിങ്ങയില വളരെ സഹായിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങയിലയും പിന്നെ വേണ്ടത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഞാൻ രാവിലെ ഉലുവ ഇട്ടിട്ട് മാറ്റി വെച്ചതാണ്. ഇതിപ്പോൾ വൈകുന്നേരത്താണ് ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ് ഇടേണ്ടത്. അതും ഇങ്ങനെ ആ തണ്ടിൽ നിന്നൊക്കെ ഉതിർന്ന് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് നമുക്ക് കറിവേപ്പിലയാണ്. നല്ല നാടൻ കറിവേപ്പില വേണം കേട്ടോ ഉപയോഗിക്കാൻ. കടയിൽ നിന്ന് വാങ്ങിയതൊന്നും ഉപയോഗിക്കരുത്. നല്ല നാടൻ കറിവേപ്പിലയും അതിലിട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നത് നിര വരാതിരിക്കാനൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചെമ്പൻ കളർ മുടിയൊക്കെ അത് നമ്മുടെ ബ്ലാക്കിഷ് കളറിലേക്ക് കറുപ്പ് നിറം കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പില ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇതാ ഒരു 5-6 ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഉള്ളി സൾഫർ കണ്ടൻറ്റാണ്. അത് കാരണം പുതിയ മുടിയിഴകൾ വളരാൻ വളരെ നല്ലതാണ്. പിന്നെ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഞാനൊരു പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴവും മുടി വളർച്ചയ്ക്ക് ബെസ്റ്റാണെന്ന് പറയണ്ടല്ലോ. ഒക്കെ കൂടി നന്നായി ഞെരട്ടി പിഴിഞ്ഞ് വെച്ച് ഒരു അടുക്കളയുടെ ഒരു മൂലക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോളാം. ഇനി പിറ്റേ ദിവസമാണ് നമ്മുടെ പരിപാടികൾ. ഇത് നമ്മുടെ ഓയിലാണ് കേട്ടോ, നമ്മുടെ കാച്ചെണ്ണ ഇവ ഹെർബൽ ഓയിൽ. നന്നായി ഓയിൽ നന്നായി സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. നെറുവിന്ന് തൊട്ട് തുടങ്ങുക, എല്ലായിടത്തും നന്നായി തേച്ച് പിടിപ്പിച്ച്, പ്രത്യേകിച്ച് ബാക്ക് വശത്ത് എണ്ണ നന്നായി ശ്രദ്ധിക്കണം. അതിന് മുടി ഇങ്ങനെ ഇട്ടിട്ട് ബാക്കിൽ നന്നായി എണ്ണ പരട്ടി കൊടുക്കണം കേട്ടോ. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണയൊക്കെ തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറ്റാർവാഴ പാക്കിലിടാൻ പൊട്ടിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ നിന്ന് ഒരു കറ്റാർവാഴയും കൂടി പൊട്ടിച്ചെടുത്തു കേട്ടോ. അതും കൂടി അങ്ങനെ അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. ചിലരൊക്കെ പറയും കറ്റാർവാഴ തേക്കുമ്പോൾ ചൊറിച്ചിൽ തോന്നുകയാണ്. അത് മാറാൻ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ കഴുകിക്കളയാം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല മാറ്റമുള്ളൊരു പാക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. വീഡിയോ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പിശുക്ക് കാണിക്കണ്ട കേട്ടോ.